ഹലോ, ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും സ്വീറ്റ് ഹോമിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അത് നേരത്തെ എണീച്ചു കേട്ടോ. 6 മണിയാണ്. നേരത്തെ നല്ല ഒരുപാട് നേരത്തെ 6 മണിക്കാണ് മോൾക്ക് ട്യൂഷന് പോകണം കേട്ടോ. അപ്പം നേരത്തെ എണീച്ചാണ്. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കണം. കഴിച്ചിട്ടാണ് മോൾ പോകുന്നത്. ചട്നിക്ക് തേങ്ങ ഒഴിച്ചിട്ടില്ല കേട്ടോ. ഒരു തേങ്ങ ഒഴിക്കാം. മോള് എണീച്ചിട്ട് അതാ പല്ല് തേക്കണു. അങ്ങനെ കുളിക്കണ്ട, മേല് കഴുകണ. തണുപ്പായതുകൊണ്ട് ഭയങ്കര മടിയാണ് കേട്ടോ. ഒരു ഹായ് പറ, ഗുഡ് മോർണിംഗ് പറ. അപ്പൊ നമുക്ക് തേങ്ങ ചേരാട്ടോ. രാവിലേക്ക് ഇഡ്ഡലിയാണ്. ഇഡ്ഡലിയും ചട്നിയാണ് വെക്കുന്നത് കേട്ടോ. എന്ത് വേണം? എരിവോ? മോൾക്ക് ചട്നിക്ക് നല്ല എരിവ് വേണം പറയുന്നത്. അവള് ഭയങ്കര എരിവ് കഴിക്കുന്ന ആളാണ്. ചട്നിക്ക് ഇത്തിരി എരിവ് കൂടുതൽ വെക്കാൻ പറയും. അപ്പോൾ നമ്മുടെ ചട്നിക്കുള്ള സാധനങ്ങളൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതൊന്ന് അരച്ചിട്ട് വരാം. ചട്നി റെഡി ആയിട്ടുണ്ട് കേട്ടോ. നമുക്ക് കടുക് താളിക്കാം. പിന്നെ ഇഡ്ഡലി ഒഴിച്ചു വെക്കണം. ഗ്യാസ് ഓണാക്കിയിട്ടില്ല കേട്ടോ. എണ്ണ കഴിഞ്ഞു. നല്ല ശ്രദ്ധിച്ചില്ല കേട്ടോ. അപ്പോൾ ഇതാ ചട്നിയൊക്കെ റെഡി ആയിട്ടോ. ഇനി നമുക്ക് ഇഡ്ഡലി ഒഴിച്ചു വയ്ക്കാം. അപ്പം നമുക്ക് ഇഡ്ഡലിയും കൂടി ഒഴിച്ചു വെച്ചാൽ പണി കഴിഞ്ഞു കേട്ടോ. നമുക്ക് 7 മണിക്ക് പോകണം. അപ്പോൾ 6:10 വന്ന് സമയമായെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇവിടെ അടുത്ത് തന്നെയാണ്. ഏട്ടൻ ലീവായതുകൊണ്ട് ഇന്ന് ആഗസ്റ്റ് 15 ലീവല്ലേ. അപ്പോൾ ഏട്ടൻ കൊണ്ടാക്കും. സമയമൊന്നും ആയിട്ടില്ല, അവള് വെറുതെ പറയുക. അവൾക്ക് മാത്രം കേട്ടോ. മോൾക്ക് മാത്രം അപ്പോൾ ഒരു ഫസ്റ്റ് ഉണ്ടാക്കി കൊടുക്കാം കേട്ടോ. പിന്നെ നമ്മളൊക്കെ കഴിക്കാൻ 8-9 മണിയൊക്കെ ആവും. നമുക്കൊരു ഷോപ്പുണ്ട് കേട്ടോ വീട്ടിൽ തന്നെ. ഷോപ്പൊക്കെ കുറച്ച് കഴിഞ്ഞ് തുറക്കണം. അപ്പോൾ നമുക്ക് വീട്ടിൽ വെച്ച് വയ്ക്കാം. അപ്പോൾ അത് ഇഡ്ഡലിയൊക്കെ ഒഴിച്ച് വെച്ചു കേട്ടോ. പിന്നെ അത് അടച്ച് വെച്ചത് വേവട്ടെ. അനു ഇവിടെ റെഡിയായോ? ഇഡ്ഡലിയായി, കഴിക്കാൻ വരുന്നാ? ഇഡ്ഡലി റെഡി ആയിട്ടോ. അപ്പം മോൾക്കൊന്ന് എടുത്തു കൊടുക്കാം. സമയമായോ? 7 മണിക്ക് അവിടെ എത്തിയാ പോരെ? 7 മണിയുടെ മുന്നേ എത്തണം. 7 മണിയുടെ മുന്നേ എത്തണം. അല്ലെങ്കിൽ ബസ്സിലാണ് പോവുക. ഇന്നിപ്പോൾ ഏട്ടനുള്ളതുകൊണ്ട് ഏട്ടൻ കൊണ്ടാക്കും. അപ്പോൾ അതാ നമ്മുടെ ചട്നി നല്ല റെഡ് കളറിൽ വന്നിട്ടുണ്ട് കേട്ടോ. മോൾക്കാണെങ്കിൽ ഭയങ്കര എരിവ് വേണം പറഞ്ഞായിരുന്നു. അപ്പോൾ അതാ നല്ല എരിവായിട്ട് വെച്ചിട്ടുണ്ട്. എന്നാണ് കഴിക്ക്. അച്ഛൻ എണിച്ചില്ല. ഏട്ടൻ നല്ല ഉറക്കാണ് കേട്ടോ. വിളിച്ചു വിടാം. എനിക്കില്ലെന്ന് എനിക്കില്ലേ കൊണ്ടാക്കണ്ടേ ട്യൂഷൻ? 6:30 എനിക്ക്. അപ്പോൾ ആ മോള് ട്യൂഷന് പോകാൻ റെഡി ആയിട്ടോ. ചായ വന്നിട്ട് കുടിക്കാം അല്ലേ? ചായ വന്നിട്ട് മതിയാ? എത്ര മണി വരെ ഉണ്ടായിരുന്നു? 10:30.
അപ്പോൾ അതാ രണ്ടുപേരും കൂടി ട്യൂഷന് പോകാൻ നിൽക്കുകയാണ് കേട്ടോ. നമ്മുടെ ഇവിടെ അടുത്താണ് കേട്ടോ, 2 മിനിറ്റേ ഉള്ളൂ. സ്കൂളിലപ്പം മോള് ബസ്സിൽ പോയി. ടാറ്റാ. നമ്മുടെ ഷോപ്പ് എന്ന് പറഞ്ഞില്ലേ അത് ഇതാണ് കേട്ടോ, തുറന്നിട്ടില്ല. അപ്പോൾ ഏട്ടൻ പോയിട്ട് വന്നു കേട്ടോ, മോളിനെ ട്യൂഷനിലാക്കിയിട്ട് വന്നു. ഇതപ്പോഴേക്കും ഷോപ്പൊക്കെ തുറന്നു കേട്ടോ. ഞാനിത് അതൊക്കെ തുറന്ന് വെച്ചതാണ്. ഇതാണ് കേട്ടോ നമ്മുടെ ഷോപ്പ്. പിന്നെ ഇതാ ഇതും കൂടി തുറക്കാം. മൺപാത്രങ്ങളും പിന്നെ ഭരണികളുണ്ട്, പ്ലാസ്റ്റിക്കിൻ്റെ ചെടിച്ചട്ടികൾ, പ്ലാസ്റ്റിക് ഐറ്റംസ് ഉണ്ട്, മൺപാത്രങ്ങൾ, അടുപ്പുകൾ, ഇതൊക്കെയാണ് കേട്ടോ ഷോപ്പിൻ്റെ അകത്ത്. ഇതാക്കണ്ടില്ലേ. പിന്നെ അതാ ഗ്ലാസ് ജാറുകളുണ്ട്, ഭരണികളുണ്ട്, ഇതൊക്കെയാണ് കേട്ടോ. ഷോപ്പിനകത്ത് ഇതൊക്കെയാണ് കേട്ടോ ഭരണികൾ. നല്ല വെറൈറ്റി ആയിട്ടുള്ള കുറേ ഭരണികളുണ്ട് കേട്ടോ, നല്ല കളർഫുള്ളായിട്ടുള്ളത്. ഇതാണ് നമ്മുടെ ഷോപ്പ് കേട്ടോ. കുറേ സാധനങ്ങളുണ്ട്. ഭരണിയുടെയാണ് കേട്ടോ, സെറാമിക് ജഗ്ഗുകൾ. ചായ വെക്കാൻ വേണ്ടി ഏട്ടൻ വിളിക്കുന്നുണ്ട് കേട്ടോ. ഞാൻ അടിക്കണ? ഓ ശരി. ഏട്ടൻ എൻ്റെ അടുത്ത് ചായ, ഏട്ടൻ അവിടെ അത് അടിച്ച് വരുന്നു കേട്ടോ. കടയുടെ ഫ്രണ്ടിൽ എൻ്റെ അടുത്ത് ചായ വയ്ക്കാൻ പറയുകയാണ്. ഞാൻ പോയി ചായ വയ്ക്കാം. അപ്പോൾ ഞാനിത് അടുക്കളയിൽ വന്നു കേട്ടോ. അതാ ചായ വയ്ക്കാനായിട്ട് പാലൊക്കെ ഒഴിച്ച് വെച്ചിട്ടുണ്ട്. എനിക്കും ഏട്ടനും പിന്നെ കണ്ണം ചേച്ചി കേട്ടോ, നാത്തൂനാണ്, ഏട്ടൻ്റെ ചേച്ചിയാണ് കേട്ടോ. അപ്പോൾ ഞങ്ങളെല്ലാവരും ഒരുമിച്ചാണ്. അപ്പോൾ ഞങ്ങൾ 3 പേർക്കും കൂടി ഇതാ ചായ വയ്ക്കണം കേട്ടോ. ഏട്ടൻ പിന്നെ എല്ലാ പണിയും ഹെൽപ്പ് ചെയ്യും കേട്ടോ. അങ്ങനെ അടുക്കളയിലാണെങ്കിലും പുറത്ത് അടിച്ചു വാരാനോ തുടയ്ക്കാനോ ഒക്കെ ക്ലീനിങ്ങിലൊക്കെ എന്നെ നന്നായി സഹായിക്കും കേട്ടോ. വീട്ടിലുള്ള ദിവസങ്ങളിൽ അതൊന്നും കുഴപ്പമില്ല കേട്ടോ. പണി ചെയ്യാൻ അങ്ങനെ മടിയൊന്നുമുള്ള ടൈപ്പല്ല കേട്ടോ. അപ്പോൾ ചായയൊക്കെ വെച്ചു കേട്ടോ. ഇത് ചായ, ഏട്ടൻ ചായ കുടിക്കണോ? ഞാൻ പിന്നെ ചായ കുടിക്കില്ല കേട്ടോ. ഞാൻ കഴിക്കുമ്പോഴേ, രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുമ്പോഴേ ചായ കുടിക്കുന്നു. ഞാനും ഏട്ടനും കൂടി ഫാനും തുടയ്ക്കാൻ വിചാരിച്ചു കേട്ടോ. അപ്പോൾ രാവിലെ തന്നെ ഫാനൊക്കെ തുടച്ചിട്ട് കുറേയായി. കുളിക്കുന്നതിൻ്റെ മുമ്പ് ഇതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാൻ വിചാരിച്ചിട്ടാണ്. തുണി കഷ്ണം വെള്ളം ഉണ്ടാവും. ഫാനൊക്കെ തുടച്ച് കഴിഞ്ഞിട്ട് കുളിക്കാൻ വിചാരിച്ചു. അപ്പോൾ ആ പണികളൊക്കെ, ക്ലീനിങ് പണികളൊക്കെ കഴിഞ്ഞ് കുളിയൊക്കെ കഴിഞ്ഞ് വന്നു കേട്ടോ. പിന്നെ ഏട്ടനും കുളിക്കുന്നുണ്ട്. ഇപ്പോൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് 2 പേരും കൂടി വെച്ച് കഴിക്കാൻ വിചാരിച്ചു. ഇഡ്ഡലിയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാനും ഏട്ടനും കൂടി ഉപയോഗിക്കാൻ പോവാണ്. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുകയാണ് കേട്ടോ.